അസ്സലാമു അലൈക്കും. ഞാൻ ഫാത്തിമത്തുൽ റഫാഹ്, കോഴിക്കോട് വൈറ്റ്നസ് ലൈഫ് ഹബിലെ ചീഫ് സൈക്കോളജിസ്റ്റാണ്. ഡിപ്രഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് അല്ലേ. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഡിപ്രഷൻ വന്നാൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പല രക്ഷിതാക്കളുടെയും ഒരു സംശയമാണ്, അല്ലെങ്കിൽ പല ആളുകളുടെയും ഒരു സംശയമാണ് ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് കുട്ടികളിൽ കാണപ്പെടാറുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വരാറുണ്ടോ എന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും കുട്ടികളിലും ഡിപ്രഷൻ കാണപ്പെടാറുണ്ട്. അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ ഏതൊരു പ്രശ്നവും ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ഏതൊരു പ്രശ്നത്തിനും ഏറ്റവും അതിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് റോള് എന്ന് പറയുന്നത് രക്ഷിതാവിനും അതിനപ്പുറത്ത് ടീച്ചേഴ്സിനും ആയിരിക്കും. അപ്പോൾ ഡിപ്രഷൻ്റെ കാര്യത്തിലും ഇത് ഏറ്റവും കൂടുതൽ അവരെ ഏറ്റവും അടുത്തറിയുന്ന രക്ഷിതാവും അതുപോലെ ടീച്ചറും തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്, അവർക്ക് അവരുടെ ഒരു ദേഷ്യമൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ദേഷ്യം കൂടുതൽ ചിലവർ, ഓരോ കുട്ടികളും ഓരോ രൂപത്തിലായിരിക്കും അവരുടെ ദേഷ്യം കാണിക്കാറ്. പതിവിലും കുട്ടികൾ ദേഷ്യം കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് കൂടുക, അല്ലെങ്കിൽ അവരുടെ മുഖഭാവത്തിലുള്ള ഒരു വ്യത്യാസം, അതുപോലെ ഒരു ആക്രമണ സ്വഭാവമൊക്കെ കാണിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡിപ്രഷൻ്റെ ഒരു ഫീച്ചർ ആണ് എന്നുള്ളത്. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് നന്നായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചില സമയത്ത് അവർക്ക് ദേഷ്യമായിരിക്കും, ചില സമയത്ത് സന്തോഷം, സങ്കടം, അങ്ങനെ അവരുടെ മൂഡ് ഇങ്ങനെ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർക്കൊരു ലോൺലിനെസ്, അതായത് ഒരു ഒറ്റപ്പെട്ടൊരു ഫീല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇത്തരം കുട്ടികളിൽ അവർക്ക് സ്ലീപ്പിലും ഫുഡിലും ഒരു ചേഞ്ച് വരുന്നത് കാണപ്പെടാറുണ്ട്. ഒന്നെങ്കിൽ അവർ നന്നായിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ അവരുടെ ഉറക്കം ഒന്ന് കുറക്കും, അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ. ഒന്നെങ്കിൽ ചില കുട്ടികൾ നന്നായിട്ട് ഫുഡ് എടുക്കും, ചില കുട്ടികൾ ഫുഡ് എടുക്കുന്നത് കുറക്കും. അതുപോലെ വേറൊരു ലക്ഷണമാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. പൊണ്ണത്തടി എന്ന് പറയുന്നതും ഡിപ്രഷൻ ഉള്ള കുട്ടികളിൽ കാണപ്പെടാറുള്ള ഒരു സിംറ്റമാണ്. ഇനി വേറൊരു പ്രശ്നമാണ് കുട്ടികൾക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവും. സൂയിസൈഡൽ തോട്ട്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആക്രമണ വസ്തുക്കൾ, അതായത് കത്തി, അങ്ങനത്തെ എന്തെങ്കിലും ആക്രമണ വസ്തുക്കൾ വെച്ചായിരിക്കും അവർ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. എന്നാൽ പെൺകുട്ടികളെ സംബന്ധിച്ച്, ഗേൾസിനെ സംബന്ധിച്ച് അവർ ഷോള്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടായിരിക്കും അവർ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ തന്നെ വേറൊരു സിംറ്റമാണ് സോഷ്യൽ വിഡ്രോവൽ എന്ന് പറയുന്നത്. അതായത് അവർക്ക് സമൂഹത്തിൽ നിന്നൊക്കെ അവർ ഒറ്റപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ അകന്നിരിക്കുക ുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇത് അധികവും ബോയ്സിലാണ് കാണപ്പെടാറുള്ളത്. വേറൊരു പ്രശ്നമാണ്, അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ടീച്ചേഴ്സിനായിരിക്കും. അതായത് അവരുടെ സ്കൂൾ വർക്ക്, അല്ലെങ്കിൽ സ്കൂൾ പെർഫോമൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പുറകോട്ട് പോവുക, സ്കൂൾ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കുറയുക എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ കൂടുതൽ അവർക്ക് അറ്റൻഷൻ ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കോൺസെൻട്രേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ടാസ്ക് ആയിരിക്കും. അങ്ങനെ അവർക്ക് അതുപോലെ ഒരു മടിയൊക്കെ ഭയങ്കരമായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തൻ്റെ മകൾ, അല്ലെ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സംശയിക്കാം, ഇത് ഡിപ്രഷൻ ആണോ എന്നുള്ളത് സംശയിക്കാം. അപ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ സഹായമൊക്കെ തേടാം. രക്ഷിതാക്കളും അധ്യാപകരും അവെയർ ആയിരിക്കുക.